മലയാളം പാട്ട് പ്രസ്ഥാനത്തിലെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് രാമകഥാപാട്ട്. കോവളം കവികളിൽ ഒരാളായ അയ്യപ്പിള്ളി ആശാനാണ് ഇത് എഴുതിയത്. രാമകഥാപാട്ടിൻ്റെ കർത്താവായ അയ്യപ്പിള്ളി ആശാനെയും ഭാരതം പാട്ടിൻ്റെ കർത്താവെന്ന് കരുതപ്പെടുന്ന അയ്യനപ്പിള്ളി ആശാനെയുമാണ് കോവളം കവികൾ എന്ന് വിളിക്കുന്നത്. രാമകഥാപാട്ട് കണ്ടെത്തി അതിൻ്റെ വ്യാഖ്യാനം നിർവഹിച്ചത് പി.കെ. നാരായണപിള്ളയാണ്. ചന്ദ്രവളയം എന്ന വാദ്യോപകരണം ഉപയോഗിച്ച് പാടുന്ന പാട്ട് ഏതാണ് എന്ന ചോദ്യം മിക്ക മത്സര പരീക്ഷകളിലും കാണുന്നുണ്ട്. അതിനുള്ള ഉത്തരം രാമകഥാപാട്ട് തന്നെയാണ്. ഔവാട് തറയിലെ അയ്യപ്പിള്ളി ആശാനാണ് രാമകഥാപാട്ട് രചിച്ചത് എന്ന് പറഞ്ഞല്ലോ. ഇതിലെ ഭാഷ സംസ്കൃതം, മലയാളം, തമിഴ് എന്നിവയുടെ സമ്മേളനമാണ്. രാമകഥാപാട്ട് വിരുത്തം, പാട്ട് എന്നിവയുമായി സംവിധാനം ചെയ്തിരിക്കുന്ന രീതിയാണ് കാണുന്നത്. ഇതിൽ 279 വിരുത്തവും 3163 പാട്ടുകളും കാണപ്പെടുന്നുണ്ട്. പാട്ടിൻ്റെ ലക്ഷണം ഒത്തിണങ്ങിയ ഒരു കൃതി തന്നെയാണിത്. പ്രധാനമായും പത്മനാഭ ക്ഷേത്രത്തിലും വിഷ്ണു ക്ഷേത്രത്തിലുമാണ് ഇത് പാടി വരുന്നത്. 250-ലധികം വൃത്തങ്ങൾ രാമകഥാപാട്ടിൽ ഉപയോഗിച്ചു കാണുന്നുണ്ട്. മലയാള കവിതയുടെ വൃത്തപ്രസ്ഥാനത്തിൻ്റെ ആദ്യമായ രൂപം നൽകിയ ഒരു കൃതിയായി നമുക്ക് രാമകഥാപാട്ടിനെ കണക്കാക്കാം. 1970-ലാണ് പി.കെ. നാരായണപിള്ള അഥവാ സാഹിത്യ പഞ്ചാനനൻ രാമകഥാപാട്ടിൻ്റെ പ്രസാധനം നിർവഹിച്ചത്. ഇതിന് അദ്ദേഹം 2 വോളിയത്തിലായിട്ടാണ് പ്രസാധനം നടത്തിയത്. അതോടൊപ്പം ഇതിൻ്റെ വ്യാഖ്യാനത്തിന് അദ്ദേഹം നൽകിയ പേര് ഭാഷാ പരിമളം എന്നതാണ്. കന്യാകുമാരി ജില്ലയിലെ കുഴിത്തുറ പെരുങ്കടവിളയിൽ നിന്നാണ് അദ്ദേഹം ഇത് കണ്ടെടുക്കുന്നത്. ഒരു ദ്വിഭാഷാ പ്രദേശത്തെ മിശ്രഭാഷയാണ് രാമകഥാപാട്ടിൽ എന്ന് അഭിപ്രായപ്പെട്ടത് എൻ. കൃഷ്ണപിള്ളയാണ്. ചെന്തമിഴും സംസ്കൃതവും കൂടിക്കലർന്ന ഒരു ഭാഷാരീതിയും ഇതിൽ കാണാൻ കഴിയുന്നുണ്ട്. ഒരു ജനകീയ കാവ്യമായി പ്രചാരം നേടിയ രാമകഥാപാട്ട് പ്രാചീന മലയാള മാതൃക വിഭാഗത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ഉള്ളൂർ. കേരള സാഹിത്യ ചരിത്രത്തിലേക്ക് വരുമ്പോൾ നാടോടിപ്പാട്ട് എന്ന വിഭാഗത്തിലാണ് ഉള്ളൂർ ഈ കൃതിയെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഉള്ളൂരിൻ്റെ അഭിപ്രായത്തിൽ തെക്കൻ പാട്ടുകളിൽ നടുനായകത്വം വഹിക്കുന്ന കൃതിയാണിത്. രാമകഥാപാട്ട് പൂർണ്ണരൂപത്തിൽ കണ്ടെടുത്ത് പ്രകാശനം ചെയ്ത പി.കെ. നാരായണപിള്ളയുടെ അഭിപ്രായത്തിൽ മലയാളത്തിൻ്റെ കളഞ്ഞു കിട്ടിയ നിധിയാണിത്. അതുപോലെ ഏക മുത്തമിഴ് കാവ്യവുമാണ്. മലയാള വൃത്തപ്രസ്ഥാനത്തിലെ കുലകൂടസ്ഥ കൃതി എന്നും രാമകഥാപാട്ട് അറിയപ്പെടുന്നു. അതുപോലെ മലയാളത്തിലെ ആദ്യ പൂർണ്ണ രാമായണ കൃതി കൂടിയാണിത്. അയ്യപ്പിള്ളി ആശാൻ രാമകഥാപാട്ടിന് നൽകിയിരിക്കുന്ന പേര് എന്താണ് എന്ന് നോക്കിയാൽ രാമകാവ്യം എന്നാണ്. രാമപ്പണിക്കരുടെ രാമകഥാപാട്ട് പ്രകാശനവും അവതാരികയും വ്യാഖ്യാനവും നൽകിയത് പി.കെ. നാരായണപിള്ള തന്നെയാണ്. ഇതിൽ പാന, കുറിഞ്ഞി, കുമ്മി, താരാട്ട്, തരങ്കിണി, കാകളി തുടങ്ങിയ വൃത്തങ്ങൾ കാണപ്പെടുന്നു. രാമകഥാപാട്ടിലെ ഒരു ഭാഗം പരിചയപ്പെടാം. ദശരഥൻ പിറന്തു ഭൂവിയറമതു വളന്തു ശിവജവമറിന്തു പല നൊറികളുമുണന്താർ ഗജരഥമടങ്കലവുമവനിയിൽ നിറന്തു കെഞ്ചി വരുവാർകൾ നയതങ്ങളുമടന്ത നിജരസം വളന്തു പല ദിശികളുമണന്തു നേശകുലശീലമുള്ള കോസലവന്മയലാൽ വജരസമറിന്ത കൗസല്യമാർ തന്നെയും മംഗല്യവും ചെയ്തു മാർവണന്തരാം. ഇതിൻ്റെ അർത്ഥം ദശരഥൻ ജനിച്ചു, ഭൂമിയിൽ ധർമ്മം വളർന്നു, വേദാഭ്യാസനം പ്രചരിച്ചു, സദാചാരങ്ങൾ വർദ്ധിച്ചു, ആന, തേര് മുതലായവ രാജ്യത്ത് നിറഞ്ഞു, യാചകന്മാർ ഇല്ലാതായി, സത്യാസക്തി വളർന്നു, ദേശങ്ങളെല്ലാം പ്രബുദ്ധമായി, കുലീനങ്ങളായ സൽഗുണങ്ങളും സ്നേഹവും നിറഞ്ഞ ദശരഥൻ പ്രേമപുരസ്സരണം മധുരഭാഷിണികളായ കൗസല്യ, കൈകേയി, സുമിത്ര എന്നിവരെ കല്യാണം കഴിച്ച് സുഖമായിരുന്നു.